വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി തെരച്ചിൽ 9ാം ദിവസവും തുടരുന്നു. വ്യോമസേന ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെയാണ് സൺറൈസ് വാലിയിൽ തെരച്ചിൽ നടക്കുന്നത്. ചാലിയാറിലും ഇന്ന് പരിശോധന നടക്കും. 180-ലധികം പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. വയനാട്ടിലെ രക്ഷാപ്രവർത്തനം ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അവലോകനം ചെയ്തു. കാണാതായവരുടെ പട്ടികയും ചിത്രങ്ങളും പുറത്തുവിട്ടു. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഗോപികൃഷ്ണൻ, ഹാഷ്മി താജ് ഇബ്രാഹിം, ദീപക് ധർമ്മടം, ഷഫീദ് റാവുത്തർ, ശ്രീജിത് ശ്രീകുമാരൻ, സമീർ ബിൻ കരീം എന്നിവർ തത്സമയമുണ്ട്. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്. ഹാഷ്മി, ഇന്നിപ്പോൾ 9ാം നാളാണ് തിരച്ചിൽ പുരോഗമിക്കുന്നു. അതിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം സൺറൈസ് വാലി കേന്ദ്രീകരിച്ചൊക്കെയുള്ള പരിശോധന, അതിന് ഹെലികോപ്റ്ററുകൾ, വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ചുള്ള പരിശോധന, കൂടാതെ സൈന്യത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള തിരച്ചിൽ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ആ തരത്തിലേക്ക് ഇന്നത്തെ ഈ പരിശോധനയുടെ വിവരങ്ങൾ എന്താണ്? ഏറ്റവും പ്രധാനമായി ഇതിൽ പുനരധിവാസത്തിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു. അതിനൊക്കെയുള്ള പദ്ധതികൾ ഇന്ന് മന്ത്രിസഭായോഗം അവലോകനം ചെയ്യുകയാണ്. നമുക്ക് അതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നിലവിൽ അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എന്താണ്? 9ാം നാൾ ഈ രണ്ട് കാര്യങ്ങൾ തന്നെ പ്രധാനമായും ഏതാണ്ട് തുല്യ പ്രാധാന്യത്തോടെ മുന്നോട്ട് പോകുന്നു. ഒന്ന്, ഇവിടെ നടക്കുന്ന തെരച്ചിൽ റിക്കവറി ഉണ്ടോ എന്ന് നോക്കൽ. രണ്ടാമത്തെ കാര്യം ഈ പുനരധിവാസം. അത് 9ാം നാളാണ് ഈ പുനരധിവാസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അത് കൂടുതൽ സജീവമാകുന്നത്. അനുജ, അതിന് പല നീക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തെരച്ചിലേക്ക് വന്നാൽ, തെരച്ചിൽ ഇന്ന് ഏറ്റവും പ്രധാനമായി കേന്ദ്രീകരിക്കുന്നത് ഇന്ത്യൻ വായുസേനയുടെ ഹെലികോപ്റ്റർ പോലുള്ള പരിശോധന തന്നെയാണ്. ആ സൂചിപ്പാറയ്ക്ക് താഴെ ഇന്നലെ ഒരു 4 കിലോമീറ്റർ ദൂരം ഈ 12-അംഗ സംഘം കൃത്യമായി തന്നെ പരിശോധിച്ചു. അത് നമുക്ക് ഈ സൺറൈസ് വാലി എന്ന് പറയുന്നത് ഏറ്റവും ദുർഗ്രഹമായ, ചാലിയാർ പുഴയുടെ ഏറ്റവും ദുർഗ്രഹമായ ഒരു മേഖലയാണ്. ആ മേഖലയിൽ ഇന്നലെ 4 കിലോമീറ്റർ പരിശോധിച്ചു. അതിനുശേഷം ഇന്ന് ആ മേഖലയിൽ തന്നെ ആർമി ഡോഗുമായി ഒരു 6 കിലോമീറ്റർ ദൂരം കൂടി, 6 കിലോമീറ്റർ അധികം എന്ന് പറഞ്ഞാൽ, ഈ 6 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നത് അധികം സമയമെടുക്കുന്ന അത്രത്തോളം ദുർഗ്രഹമായ ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തുള്ള പരിശോധന ഇന്ന് കുറച്ചുകൂടി വ്യാപകമായി പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ അതിനാണ് ഇന്ന് നടക്കുന്ന ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു മേഖല. ഈ സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെ നീളുന്ന ആ സ്ഥലങ്ങളിൽ ഹെലികോപ്റ്റർ വ്യോമ നിരീക്ഷണത്തിലൂടെയും അല്ലാതെയും നടത്തുന്ന ആ സെർച്ചാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ആ മേഖലയിൽ ഇനിയും മൃതദേഹങ്ങളുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട്. മാത്രമല്ല, അവിടെ നമ്മൾ സൂചിപ്പാറിൽ കുടുങ്ങിപ്പോയ ആളുകളൊക്കെ അവിടെ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നതും എടുക്കാൻ കഴിയാതെ മടങ്ങി വന്ന കാഴ്ചയൊക്കെ നമ്മൾ ഈ ദിവസങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ആ മേഖലയിൽ കൂടുതലുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ട സോണുകളായി തിരിച്ച് 40-അംഗ സംഘങ്ങളായി തിരയുന്ന ആ രീതി അങ്ങനെ തുടർന്നുകൊണ്ട് മുണ്ടക്കൈ മേഖലയിലാവട്ടെ, പുഞ്ചിരിമട്ടയിലാവട്ടെ, ഈ പോയ ദിവസങ്ങളിൽ നടത്തിയ ആ പരിശോധനയുടെ അതേ ടെമ്പറിൽ തന്നെ ഇന്നും തുടരുന്നു. ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ വേഗത കുറയുന്നില്ല. നേരത്തെ പരിശോധിച്ച സ്ഥലങ്ങളിൽ തന്നെ ഒരിക്കൽ കൂടി ആഴത്തിൽ പരിശോധിക്കും. നേരത്തെയുള്ള ഭൂകമ്പ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം നടത്തിയവർ പറഞ്ഞത്, അനുജ, ഈ ഒരു 10 അടി ആഴത്തിൽ, 8 അടി 6 അടി ആഴത്തിലൊക്കെ മണ്ണിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു പുത്തുമലയിൽ നടത്തിയ ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഈ തെരച്ചിൽ നടത്തിയ മേഖലകളിൽ കുറച്ചുകൂടി ആഴത്തിൽ തെരച്ചിലിന്റെ വിശദാംശങ്ങളാണ് ഹാഷ്മി നൽകുന്നത്.